ജനതാദൾ എസ് തൃശൂർ ജില്ലാ ഘടകത്തിൽപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറായിരുന്ന നടത്തറ ഡിവിഷനെ പ്രതിനിധാനം ചെയ്ത ഷീബ ബാബു ജനതാദൾ എസിനെയും പാർട്ടി പ്രവർത്തകരെയും നടത്തറ ഡിവിഷനിലെ വോട്ടർമാരെയും വഞ്ചിച്ചുകൊണ്ട് വർഗീയ കക്ഷിയുമായി കൂട്ടുകൂടി ബിജെപിയിൽ ചേർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 4 വർഷക്കാലമായി ജനതാദൾ പാർട്ടിയുമായി ഇടതുമുന്നണിയുമായി യാതൊരു അടുപ്പവും പുലർത്താതെ തൃശൂർ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഷീബ ബാബു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി കോർപ്പറേഷൻ ഭരണത്തെ നിശ്ചലമാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ചില കൌൺസിലർമാരുമായി കുറുമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഭരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഷീബയുണ്ടായത്. നടത്തറ ഡിവിഷന്റെ വികസനത്തിനു വേണ്ടി വരുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിക്കാതെ താൻ കൌൺസിലറായത് വ്യക്തിപരമായി നേട്ടങ്ങൾ കൊണ്ടാണ്, വ്യക്തിപരമായ കഴിവുകൊണ്ടാണ് കൌൺസിലറായത് എന്നുള്ള ചിന്തയുമായാണ് ഷീബ ബാബു കഴിഞ്ഞ കൌൺസിലിൽ പ്രവർത്തിച്ചത്. പാർട്ടിക്ക് വിധേയപ്പെടുകയോ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയോ ചെയ്യാതെ സ്വതന്ത്രമായി വിമർശനപരമായി കോർപ്പറേഷന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന നയങ്ങളുമായി മുന്നോട്ടുപോയ കൌൺസിലർ ഇപ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി വർഗീയ ശക്തിയുമായി കൂട്ടുചേർന്നാണ് ബിജെപിയിൽ ചേർന്നിട്ടുള്ളത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നടത്തറ ഡിവിഷന്റെ വോട്ടർമാരോട് കാണിച്ച വഞ്ചനയാണ് കൌൺസിലറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവനകൾ കൊടുക്കുന്നത്. ഷീബ ബാബു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ല. കളവായ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായി വോട്ടർമാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് കൌൺസിലറിൽ നിന്നുണ്ടാകുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു പ്രവർത്തനം കൌൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വോട്ടർമാരോട് കാണിക്കുന്ന അനീതിയും വഞ്ചനയുമാണെന്നാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്.